ഹായ് ഗായ്സ്, ത്രിസ്റ്റ ഫാമിലിയിലേക്ക് സ്വാഗതം. എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഒരു സ്റ്റേഷനറി കട ഇന്ന് തുടങ്ങിയാണ്. അപ്പം അവിടേക്ക് ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണിത്. മക്കളെയും കൂട്ടി ഞാനും ചേച്ചിയും കൂടെ പോവുകയാണ്. ഞാനും ചേച്ചിയും മക്കളേ ഉള്ളൂ. അപ്പോൾ ബിബിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, അവനൊരിടം വരെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഉദ്ഘാടനമൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ഇവർ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനെയാണ്, എവിടെ പോകാനൊരുങ്ങിയാലും പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാറില്ല. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ആ ടൈമിനൊന്നും ഇവർ ഒരുക്കി ഇറക്കാനൊന്നും പറ്റില്ല. ചില സമയത്ത് നല്ല വാശിയും കാര്യമൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായ ഉദ്ഘാടനമൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഇടവകയിലെ അച്ഛൻ വന്ന് കടയൊന്ന് ആസ്വദിച്ചു. പിന്നെ ആ നാട്ടിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും ചേച്ചിയും മക്കളും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുന്നത്. കാരണം അങ്ങനെ കട നടത്തിയോ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, അങ്ങനെ ബിസിനസ് ചെയ്തോ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ആക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതിലോട്ട് ഇറങ്ങി എൻ്റെ ഒരു ടെൻഷനൊക്കെ ആക്കുണ്ടായിരുന്നു. അങ്ങനെ വലിയ വിപുലമായ കടയൊന്നുമല്ല, ചെറിയൊരു സ്റ്റോറാണ്, അങ്ങനെ വലിയ തിരക്കുള്ളതൊന്നുമല്ല. അച്ഛൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മക്കളവിടെ നടക്കുന്നുണ്ട്. അവർക്കിടയ്ക്ക് റോഡിലോട്ടൊക്കെ ഓടാനൊക്കെ ഒരു ശ്രമം നടത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെന്നുകൊണ്ട് അവരെയും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അവരിടയ്ക്ക് കടയിലെ സാധനങ്ങളൊക്കെ നുള്ളി പറക്കുന്നുണ്ടായിരുന്നു ഈ അച്ഛൻ പ്രയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. പിന്നെ അവിടെയുള്ള 1-2 പേർക്ക് തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ വന്ന അച്ഛന് അവിടെ ചേച്ചി ലഡുവൊക്കെ കൊടുത്തു. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് ലഡുവൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, ആ നാട്ടിലെ കുറച്ച് ആളുകളാണ് അവർ, അവർക്കൊക്കെ ലഡുവൊക്കെ കൊടുത്തു. അങ്ങനെ അച്ഛനും അവിടെ നിന്ന് ലഡുവൊക്കെ കഴിച്ചിട്ടാണ് അച്ഛനും പോയത്. എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ലഡുവൊക്കെ കഴിക്കുമ്പോൾ അവരോട് വർത്താനമൊക്കെ പറയുകയാണ്. ഈ സമയം എൻ്റെ മക്കൾ അവിടെ ഓടി നല്ല ഗുമ്മാണ്. അവിടെ ഇരിക്കുന്ന ബേക്കറിയൊക്കെ അവർ പറക്കിയെടുക്കുകയാണ്. അണ്ണമ്മോനാണ് ഈ പരിപാടി ആദ്യം തുടങ്ങിയത്. അവനാണ് ഈ അലമാര തുറക്കുന്നത് ആദ്യം കണ്ടുപിടിച്ച ആളവിടെ ഇരിക്കുന്ന ബേക്കറിയൊക്കെ പറക്കുകയാണ്. അങ്ങനെ ബേക്കറി കഴിക്കാൻ മൂന്നാൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. ബേക്കറിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ചിപ്സാണ്. ബാക്കിയൊന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പാക്കറ്റിലുള്ളത് ഇങ്ങനെ പറക്കിക്കൊണ്ട് നടക്കാനും അതിങ്ങനെ പൊടിച്ച് കളയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും അച്ചപ്പം കൈ കിട്ടിയാലാണ് ആ ഇഷ്ടം. അച്ചപ്പം കൈ കിട്ടിയാൽ പിന്നെ നമ്മുടെ കയ്യിൽ തികത്തേയില്ല. അതിങ്ങനെ കൊണ്ടിടുന്നത് ഞെക്കി പൊട്ടിച്ച് കളയും. അതാണ്. അപ്പം തുമ്പിമോളും എൻ്റെ അലമാരയിൽ നിന്ന് ബേക്കറിയൊക്കെ എടുക്കുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അങ്ങ് പോയായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ ഇരിക്കുന്ന സോഡ കുപ്പിയായാലും അവിടെ വെച്ചിട്ടുണ്ട് സകല സാധനങ്ങളും, അവർക്ക് കയ്യെത്തുന്നിടത്ത് ഇരിക്കുന്ന സകല സാധനങ്ങളും അവർ പറക്കുന്നുണ്ടായിരുന്നു. മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങായും അങ്ങനെയുള്ളതൊക്കെ അവരവിടെ പറക്കുന്നുണ്ട്. ചേച്ചി അവർക്ക് കൊണ്ടുവന്ന് ലഡു കൊടുത്തു. അവരുടെ കയ്യിൽ ആദ്യം നാരങ്ങയാണ് ഇരുന്നത്. അപ്പോൾ ആ നാരങ്ങ മേടിച്ച് മാറ്റിയിട്ട് അവർക്ക് ലഡു കൊടുത്തു. പക്ഷെ മൂന്നാളും കഴിച്ചൊന്നുമില്ല. കിട്ടിയപ്പോൾ വാങ്ങിയിട്ട് പിന്നെ അത് ഞങ്ങൾക്ക് തന്നെ കൊണ്ട് തിരികെ തന്നു. അങ്ങനെ അധികം മധുരമൊന്നും ഇവരങ്ങനെ വലുതായിട്ട് കഴിക്കത്തൊന്നുമില്ല. ഇതുവരെയും അതൊന്നും ശീലമായിട്ടില്ല. ഇനി മുന്നോട്ട് പോകുക എന്താണെന്നറിയത്തില്ല. ഇപ്പം മധുരത്തോടൊക്കെ താല്പര്യം കുറവാണ്. അവിടെ ഇരിക്കുന്ന തക്കാളിയും സവാളയും നാരങ്ങയും മാങ്ങയും അതൊക്കെ അവർക്ക് അവിടെ താഴെ ഇരിക്കുന്നത് കൊണ്ട് അതൊക്കെ അവർ ആകെ പറക്കി അവിടെ നിരത്തി കഴിഞ്ഞായിരുന്നു. ഇതെല്ലാം അവർ തരം തിരിച്ച് ബോക്സുകളിലാക്കിയതാണ്. ലാസ്റ്റ് മക്കൾ അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിടെ ഇട്ടായിരുന്നു. തുമ്പിമോൾ അവിടെ ഇരുന്ന് നാരങ്ങയൊക്കെ പറക്കി എനിക്ക് കൊണ്ട് തരികയാണ്. അവിടെ വന്ന 1-2 ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പോയായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. എനിക്കും ചേച്ചിക്കും മാത്രം എവിടെ ചെന്നാലും ഇവരുടെ പിന്നാലെയുള്ള ഓട്ടം. പിന്നെ ഈ ലേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നിടത്ത് അത് കയറി നിന്ന് എടുക്കുകയാണ് മക്കൾ. കസേരയിട്ട് കയറി നിന്നാണ് അവരത് പറക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതവർ കഴിക്കത്തൊന്നുമില്ല. കാരണം ഇത് കഴിക്കുന്ന സാധനമാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് ഈ കവർ ഇങ്ങനെ പല കളറിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചിലേ തന്നെ അങ്ങനെ ഈ കവർ കാണുമ്പോൾ അവർ അപ്പോഴേ കയറി പിടിക്കും. എന്നിട്ട് കൊച്ചിലെ തന്നെ ഇതിങ്ങനെ കൊണ്ടുവന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അവർക്കതൊക്കെ കളിപ്പാട്ടമായിട്ടാണ് തോന്നുന്നത്. ഇത് കഴിക്കുന്ന സാധനമാണെന്ന് അവർക്കറിയില്ല. അവർ ഇതുവരെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാനങ്ങനെ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. തുമ്പിയും കണ്ണനുമാണ് കസേരയിട്ട് കയറിയെന്ന് അതൊക്കെ അവിടെ ആ തൂക്കിയിട്ടിരുന്ന ഫുൾ സാധനം അവരവിടെ വലിച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരികെ കഴിഞ്ഞ് പോകാമെന്ന് കരുതി. കാരണം ഇവരെ 3 ആളെയും പിടിച്ച് ഞാനും ചേച്ചി ആകെ മടുത്തായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ചേച്ചിയുടെ മോളും രണ്ടാമത്തെ ചേച്ചിയുടെ മോളും ഞങ്ങളുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആളവിടെ നിന്ന് ടൊമാറ്റോ മുറുക്കെടുത്ത് ബാഗിനകത്ത് ഇട്ടുകൊണ്ട് ഇറങ്ങിയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ മുറുക്ക്. എത്ര കഴിച്ചാലും അവളത് മടുക്കില്ല. അപ്പോൾ ചേച്ചി അത് പിടിച്ച് വാങ്ങിച്ച് വയ്ക്കാൻ നോക്കിയാണ്. പക്ഷേ ആളത് കൊടുത്തില്ല. ആളത് ബാഗിലിട്ടുകൊണ്ട് കൊണ്ടുപോയിരുന്നു.
ലച്ചുമോള് ചെറിയ വാശിയൊക്കെ കാണിച്ച് തുടങ്ങി വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. അന്ന് നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്തിരി വാശിയിലൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അതൊക്കെ പെറുക്കി ഓട്ടോയിൽ വെക്കുകയാണ്. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോഴേ എനിക്ക് ടെൻഷനായി, ഇനി വീട്ടിൽ ചെന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണം, ഇവർ നോക്കണം. അങ്ങനെ കടയിൽ ഇവർ ഓടി നടന്നില്ല, ആ സാധനങ്ങളും പറക്കുന്നതുകൊണ്ട് ഇവരുടെ പിറകെ ഓടി ആകെ മടുത്തായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ 3 ഫുഡൊക്കെ കൊടുത്ത് 3 കുളിപ്പിച്ചു. അവിടെ ഒരുപാട് ഓടി നടന്ന് കളിച്ചതുകൊണ്ടായിരിക്കും വന്ന പാടെ തന്നെ 3 അത്യാവശ്യം പെട്ടെന്ന് തന്നെ അങ്ങ് ഉറക്കവും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാണുന്നതിനൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.